സ്വർണത്തിൻ്റെ വില കൊടുത്ത് മേടിച്ച ഒരു പച്ചമരുന്ന് ഏതെങ്കിലും ഒരു വൈദ്യനോ വൈദ്യശാലയിലോ ഏതെങ്കിലും ഒരു വൈദ്യൻ്റെ വീട്ടിൽ നട്ടു വളർത്തി ഇത് ഏതെങ്കിലും മനുഷ്യർ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ സിനിമയിലൊക്കെ അല്ലാതെ ഇത് കൊടിവേലി എന്ന് പറഞ്ഞ് കാണിക്കുന്നതല്ല. ഇത് കണ്ടിട്ടുണ്ടോ പച്ചമരുന്ന്? ആ മരുന്നാണ് ഈ നിൽക്കുന്നത്. ഇത് സ്വർണത്തിൻ്റെ വില കൊടുത്ത് മേടിച്ച് നട്ട് പിടിപ്പിക്കുന്നത്. ഇതാണ് നീല കൊടിവേലി എന്ന് പറഞ്ഞ സാധനം. ആ മരുന്നാണ് ഈ പച്ചമരുന്നാണ് ഈ നിൽക്കുന്നത്, കൊടിവേലി. നീല കൊടിവേലി കണ്ട അതിൻ്റെ ഇലയൊക്കെ കണ്ട ആ തണ്ട് നീലിച്ച് വരുന്നതാണ്. ഇതാണ് നീലക്കൊടിവേലി. ഇതിൽ കൂടുതലും തൈലത്തിനാണ് ചേരുന്നത്. ഇതിൽ ആരും തൈലത്തിലൊന്നും ഇത് ചേർക്കൂലടെ, ഇത് കിട്ടൂല അവർക്കൊന്നും. ഇത് ഒറിജിനൽ സാധനം കിട്ടത്തില്ല. ഞാൻ ഇത് സ്ഥിരമായിട്ട് മേടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ സാധനം കിട്ടുന്നത്. ഞാൻ പൊന്മുടിയിൽ നിന്നാണ് മേടിക്കുന്നത്. ആറ്റയില്ലെന്നൊക്കെ അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു തയ്യെങ്കിലും തരാൻ പറഞ്ഞ ഈ മരുന്നിന് വന്നാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവർ തന്നില്ല തയ്യും. ഞാൻ ആ കിഴങ്ങിൽ നിന്നാണ്, ആ വേരിൽ നിന്നാണ് എടുത്തത്. ഇത് വേരുകൊണ്ട് കുഴിച്ച് വെച്ച് പിടിപ്പിച്ചെടുത്തതാണ്. ഞാൻ ഒരു മനുഷ്യരെ ഇവിടെ ചാനലുകാർ വന്നാൽ പോലും ഞാൻ കാണിക്കത്തില്ല. നീ ഇപ്പം വന്നതുകൊണ്ടാണ് ഞാൻ മരുന്ന് ഈ കാണിച്ചു തന്നത്. അപ്പോൾ ഇത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് രാത്രി പൊട്ടിച്ചുകൊണ്ട് പോകും. ഇതെങ്ങും കിട്ടത്തില്ല ഈ സാധനം. ഞാൻ ഒളിച്ചതാണ് നട്ട് പിടിപ്പിച്ചിരിക്കുന്നത്. അങ്ങ് അവിടെ എങ്ങും നടാനില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഇഞ്ഞുകൊണ്ട് നട്ടിക്കണതിന് ആരും കണ്ണിപ്പെടാതെ നിൽക്കുക. ഇത് കണ്ട രാത്രിയെങ്കിലും വന്ന് പൊട്ടിച്ചുകൊണ്ട് കളയും, പൊടുതുകൊണ്ട് പോവും. ഇതാണ് തൈലം കാച്ചുന്ന ഒറിജിനൽ 1-ാം നമ്പർ മരുന്ന്. ഇതുപോലത്തെ മരുന്ന് ആരെങ്കിലും ഇവിടെ പല വൈദ്യന്മാരും പല ഡോക്ടർമാരും പ്രൈവറ്റ് ആശുപത്രിയിലെ ഡോക്ടർമാരും എല്ലാം ഈ പാൽമുതുക്കും ഈ തൈലം ചോദിച്ചിട്ടുണ്ട്. എത്ര ഉണ്ടെങ്കിലും അവരെടുത്തോളാം. ഞാൻ ഒരു സാധനം കൊടുക്കില്ല. ഇവിടെ വരുന്നവർക്ക് അത്ര ഞാൻ ചെയ്തു കൊടുക്കും, അല്ലാത്തവർക്കൊന്നും ചെയ്തു കൊടുക്കില്ല. ആ തൈലത്തിൻ്റെ പരസ്യം 1-ാം നമ്പർ പരസ്യം ഇതാണ്. ഇതിൻ്റെ കൂടെ തന്നെ പട്ടകൾ മുട്ടകൾ 50 മുട്ട എല്ലാം ചേർത്ത് ഉരുക്കി എണ്ണയാക്കി ഇടുക. ആ എണ്ണയാണ് അവിടെ ഇരിക്കുന്നത്. ആറ് കഴിച്ചാലും വേദനയും ഏത് നീർക്കെട്ടുണ്ടെങ്കിൽ ഏത് അസ്ഥി കിടന്നാലും ആ നീർക്കെട്ടെല്ലാം ഞാൻ മാറ്റിയിരിക്കും. മാറ്റുന്ന മാത്രമല്ല അവർക്ക് ചൂട് വേണമെന്നവർക്ക് ചൂട് ഇട്ട് കൊടുക്കും. ഇതിന് താനെ തന്നെയാണ് കൊടുക്കുന്നത്. വേദനക്കാർ ഒരു മാസം കിടന്ന് ചെയ്യാൻ വരുന്നവർ ആശുപത്രിയിലൊക്കെ തള്ളി വിടുന്നവരാണ് ഇവിടെ വരുന്നത് എടുത്തുകൊണ്ടൊക്കെ. ആ വേദനയും കൊണ്ട് ഞാനാണ് ആ തടവി നൂത്ത് നേരെയാക്കി തടവി കിഴിയിട്ട് കൊടുക്കുന്നത്. മലപ്പുറം കോഴിക്കോടെല്ലാം എല്ലാ ഇളവും ഇറങ്ങി വന്നിട്ട് കോഴിക്കോട്, ചെന്നൈ, കൊച്ചി, പെരുമ്പാവൂർ, ആലുവ, എറണാകുളം, പത്തനംതിട്ട, പന്തളം, അടൂർ, ചെങ്ങന്നൂർ, ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയത് തിരുവനന്തപുരം മൊത്തം ഊരിട്ടമ്പലം തൊട്ട് അങ്ങ് നാഗർകോവിൽ, തിരുനെൽവേലി, കളിയിക്കോള അവിടെ തൊട്ട് ഇങ്ങോട്ട് ആളുകൾ ഈ തടവാനാണ് വരുന്നത്. തടവ് പാൽമുതുക്ക് പൊടിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഈ നീലക്കൊടുവേലി വേണമെങ്കിൽ കൊടുക്കുമോ? കൊടുക്കൂലേ? തൈ കൊടുക്കുമോ? തൈയും കൊടുക്കൂലേ. തൈ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉപയോഗത്തിനായതുകൊണ്ട് വെച്ചിരിക്കുന്നത്. എനിക്ക് സാധനം കിട്ടിയില്ലെങ്കിൽ എനിക്കിത് വേണം. അതിനാണ് അപ്പുറം ഞാൻ അടുത്ത് നട്ട് ഞാൻ ഇന്നും നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിന് നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കും. വളം പുണ്ണാക്ക് ഒടിച്ചിട്ട് കൊടുക്കും. പുണ്ണാക്കൊക്കെ ഇട്ട അവിടെ ഞങ്ങൾ വലുതാക്കി എടുക്കും. ഇതാണ് നീലക്കൊടിവേലി കണ്ട ഞാൻ മേടിച്ചിട്ടെങ്കിൽ. ഈ തൈലമൊക്കെ കച്ചുന്നതുകൊണ്ടാണ് എനിക്ക് ഒറിജിനൽ ആവശ്യമുണ്ട്. അതാണ് ഞാൻ മേടിച്ചിട്ടെങ്കിൽ. അതുപോലെ പച്ചമരുന്നുകളെല്ലാം എൻ്റെ അയ്യത്തിന് നട്ടിട്ടുണ്ട്.